മെയ് മാസം പിറന്നു. ഇനി ആത്മസംസ്കരണത്തിന്റെയും വ്രതശുദ്ധിയുടെയും 30 രാവുകളും പകലുകളും. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി ഖുർആന്റെ സമക്ഷത്തിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ പാരായണം മനസ്സിനെ സ്വയം തിന്മകളിൽ നിന്നും സംസ്കരിക്കാനുള്ള പാഠമാണ്. പള്ളികളും വീടുകളും വ്രതനാളുകളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നൊയമ്പ് വികാരങ്ങളെ നിയന്ത്രിക്കുന്നു, വിചാരമെന്ന ബോധത്തെ സൃഷ്ടിക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഇവിടെ അന്തരമില്ല. സമ്പത്തിൽ നിന്നും ഇല്ലാത്തവർക്കായി സമർപ്പിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുന്നു ഈ മാസം. റമസാൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്താനുള്ള പണിപ്പുരയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഖുർആൻ പാരായണത്തിന്റെ വിശുദ്ധിയിൽ മുഴുകുന്നു. അസത്യപ്രവർത്തനങ്ങളാണ് സാമൂഹിക തിന്മകൾ സൃഷ്ടിക്കുന്നത്. ദാനം ആരുടെയും സ്വത്ത് കുറച്ചിട്ടില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. സത്യം പറയുന്ന വിശ്വാസി ഒരിക്കലും സന്മാർഗം വിട്ട് സഞ്ചരിക്കില്ല എന്നും ഖുർആൻ പറയുന്നു. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ബുധനാഴ്ച തന്നെ നോമ്പ് ആരംഭിച്ചു. എന്നാൽ ഒമാനിൽ വ്യാഴാഴ്ചയാണ് നോമ്പ് ആരംഭിച്ചത്. വിശുദ്ധ ലൈലത്തുൽ ഖദറും പരിശുദ്ധ സക്കാത്തിന്റെ മഹത്വവും ഈ മാസത്തിലാണ് വിശ്വാസികൾ ആചരിക്കുന്നത്. പ്രവാചകനായ മുഹമ്മദ് നബി ഈ മാസത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: തെറ്റായ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാൾ ഭക്ഷണപാനീയങ്ങൾ വെടിഞ്ഞിരിക്കണമെന്ന് അല്ലാഹുവിന് നിർബന്ധമില്ല. ന്യൂസ് ഡെസ്ക്, സ്പൈഡർനെറ്റ് ന്യൂസ്.